ദൗർഭാഗ്യകരമായ സംഭവമാണ് അവിടെ നടന്നത്. അത് നടക്കാൻ പാടില്ലാത്തത് തന്നെയാണ് നടന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ. ജില്ലാ കളക്ടർ നിർദ്ദേശമനുസരിച്ച് DD എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉപ ഡയറക്ടർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, KSEBയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇവർ മൂന്നും ഡിപ്പാർട്ട്മെൻറ്റ് തല പരിശോധന എൻക്വയറി ഇതിലേക്ക് നടത്തുകയാണ്. പോലീസിൻ്റെ അന്വേഷണം പാരലായിട്ട് വേറെ നടക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ കൃത്യമായ വസ്തുതകൾ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയൂ. അതിൻ്റെ നടപടികൾ ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഓൺ ദ വേ ആണ്. അവരെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അവരോടൊന്ന് പരിശോധിക്കട്ടെ. പരിശോധിച്ച ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ പറയും, സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുക്കും. നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പറയേണ്ട പറ്റില്ലല്ലോ. ഒരു കത്ത് KSEB ഇവിടെ ഒരു കത്ത് ജൂൺ 15 ഇവിടെ ഒരു കത്ത് നൽകിയിട്ടുണ്ടോ? ഇത്തരത്തിൽ ഈ ലൈൻ അഴിച്ചു മാറ്റണം. അല്ല, അതൊക്കെ KSEBയുടെ റിപ്പോർട്ട് വരുമ്പോൾ അതിലുണ്ടാവും. അല്ല, സ്കൂളിലെ ഒരു റെക്കോർഡും ഞങ്ങളാരും പരിശോധിച്ചിട്ടില്ല. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് ഒരു വിഭാഗം പറയുന്നു, ഇല്ലാന്ന് വേറൊരു വിഭാഗം പറയുന്നു. ഇതൊക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലേ നമുക്ക് പരിശോധിക്കാൻ പറ്റും. രേഖകളൊന്നും പരിശോധിച്ചിട്ടില്ല. അതൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും. ഞാൻ ഇന്നത്തെ കാര്യമല്ലേ പറയുന്നത്. അതെ, എന്നിപ്പോൾ പറഞ്ഞു, സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞു. അതും പരിശോധിക്കണം. പരിശോധനയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. നമുക്കിപ്പോൾ ഓപ്പണായിട്ട് വെറുതെ എന്ന് പറയാൻ പറ്റുന്നതല്ല. കൃത്യമായിട്ട് അത് പരിശോധിക്കും. ഇതിന്റെ എല്ലാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടികളുണ്ടാവും. തീർച്ചയായിട്ടും ഇവിടെ പ്രതിഷേധം ശക്തമാവുകയാണ് സനീഷ.